दीप जलाओ आज दिवाली रे, ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ ആജ് ദിവാലി രേ. അപ്പോൾ കുട്ടികളിവിടെ ദീപാവലിയെപ്പറ്റി പാട്ട് പാടുന്നതായിട്ടാണ് ഇവിടെ കവിതയിൽ കവി പറഞ്ഞിരിക്കുന്നത്. ദീപ് ജലാവോ ആജ് ദിവാലി രേ. എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും ദീപം തെളിയിക്കൂ. ലൈറ്റ് ദ ലാമ്പ്, അതാണ് ദീപ് ജലാവോ. ദീപം, ലാമ്പ് അല്ലേ. ദീപം തെളിയിക്കുക അല്ലെങ്കിൽ കത്തിക്കുക, അതാണ് ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക. ദീപ് ജലാവോ എന്ന് പറഞ്ഞാൽ കത്തിക്കുവിൻ, ദീപം കത്തിക്കുവിൻ, ദീപം തെളിയിക്കുവിൻ. ദീപ് ജലാവോ ആജ് ദിവാലി രേ. എന്തുകൊണ്ടാണ്? ഇന്ന് ദീപാവലിയാണ്. അതുകൊണ്ട് എല്ലാവരും ദീപം തെളിയിച്ചും കൊണ്ട് വീടിൻ്റെ ചുറ്റിലും അല്ലേ, അകത്തും പുറത്തും പ്രകാശം പരത്തണം. അപ്പോൾ നാടെങ്ങും പ്രകാശപൂരിതമാകണം. അതുകൊണ്ട് ദീപം തെളിയിക്കാനാണ് പറയുന്നത്. ദീപ് ജലാവോ ആജ് ദിവാലി രേ. ഇന്ന് ദീപാവലിയാണ്, അതുകൊണ്ട് എല്ലാവരും ദീപം തെളിയിക്കൂ. പിന്നെയോ രേ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യോന്യം വിളിക്കുന്നത് എടോ എന്ന് ഒന്നൊക്കെ വിളിക്കുന്നില്ലേ, അതിനെയാണ് രേ എന്നുള്ള അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ ആജ് ദിവാലി രേ. അപ്പോൾ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നത് അല്ലേ. ഒരു ഉത്സവമാണ്, ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ, എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ, ഫുൾ ഓഫ് ഹാപ്പിനെസ് ആണ്. അതാണ് ഖുഷി ഖുഷി എന്ന് പറയുന്നത്. ഖുഷി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്, സന്തോഷം. ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ. ഹസ്ന മീൻസ് ടു ലാഫ് അല്ലേ. ചിരിച്ചുകൊണ്ട് വേണം എല്ലാവരും ഈ ദീപാവലിയെ സ്വീകരിക്കാൻ. സന്തോഷത്തോടെ വേണം ദീപാവലിയെ സ്വീകരിക്കാൻ. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ, എല്ലാവരും സന്തോഷപൂർവ്വം ചിരിച്ചുകൊണ്ട് വേണം വരാൻ. ആജ് ദിവാലി രേ. എന്തുകൊണ്ടാണ്? ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ദീപം തെളിയിച്ചുകൊണ്ട് ഈ നല്ല ഉത്സവത്തിൽ അല്ലെങ്കിൽ ഈ നല്ല അവസരത്തിൽ നമുക്കും കൂടെ ദീപം തെളിയിച്ചും കൊണ്ട് പങ്കെടുക്കാം എന്നാണ് കുട്ടികൾ പറയുന്നത് അല്ലേ. ദീപ് ജലാവോ ആജ് ദിവാലി രേ. ദീപം തെളിയിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ദീപാവലിയാണ്. ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ ആജ് ദിവാലി രേ. പിന്നെയോ ഖുഷി ഖുഷി സബ് ഹസ്തേ ആവോ, എല്ലാവരും ചിരിച്ചും കൊണ്ട് വളരെയധികം സന്തോഷത്തോടെ വരണം. എന്തിന്? ആജ് ദിവാലി രേ. ഇന്ന് ദീപാവലിയാണ്. നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോട് ചേർന്ന് ദീപം തെളിയിക്കാം. അതിനു വേണ്ടി എല്ലാവരും വരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ.